നമസ്കാരം സുഹൃത്തുക്കളെ, ചരിത്രപ്രസിദ്ധമായ ഒരു വാർത്തയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. ശശിധരൻ കർത്ത, അദ്ദേഹത്തിന്റെ ഭാര്യ ജയ, മകൻ ശരൺ കർത്ത, അവർക്ക് പിന്നാലെ ഇതാ വരുന്നു നമ്മളുടെ മുൻ മുഖ്യമന്ത്രി അഥവാ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്, പഴയ കേരള ചക്രവർത്തി സഖാവ് പിണറായി വിജയന്റെ പൊന്നോമന മകൾ ടി വീണ അഥവാ തൈക്കണ്ടിയിൽ വീണ. എന്തിനാ വന്നത്? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ, അതായത് നമ്മുടെ ഇഡിക്കാരുടെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ. ഞാനിത് പറയുമ്പോൾ അവിടെ ചോദ്യം ചെയ്യൽ തകൃതിയായി നടന്നു കഴിഞ്ഞിരിക്കും. ചോദ്യം കഴിഞ്ഞ് ക്ഷീണിക്കുമ്പോൾ ഇഡിക്കാർ വെള്ളം കുടിക്കും. ചോദ്യം കേട്ട് തൊണ്ട വരളുമ്പോൾ വീണയും വെള്ളം കുടിക്കും. നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. ഇവിടെ ഉപ്പ് തിന്നവർ ആരൊക്കെയാണ്, എത്ര കിൻഡൽ ഉപ്പ് തിന്നു, ഇനി എത്ര മെട്രിക് ടൺ വെള്ളം കുടിക്കേണ്ടി വരും എന്നൊക്കെ കോടതി പിന്നീട് തീരുമാനിച്ചോളും. എന്തായാലും വീണ സഖാവ് വീഴ്ച കൂടാതെ ചോദ്യം ചെയ്യലിന് വിധേയയാകുന്നുണ്ട്. സംഗതി ഇഡി ഓഫീസിലാണ് നടക്കുന്നത്. പക്ഷെ ഭാര്യയെ തനിച്ചയക്കാൻ നമ്മുടെ മരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന് മനസ്സ് വന്നില്ല. ഇഡി ഓഫീസിന്റെ പടി വരെ അദ്ദേഹം കൂടെ പോയി. വിപ്ലവ വീര്യം തുളുമ്പുന്ന ഭർത്താവല്ലേ. പക്ഷേ കഷ്ടമെന്ന് പറയട്ടെ, അകത്തേക്ക് കയറാൻ ഇഡിക്കാർ പുള്ളിയെ അനുവദിച്ചില്ല. ചോദ്യം ചെയ്യൽ അവസാനിക്കുന്നവരെ വെളിയിൽ കാത്തിരിക്കാൻ റിയാസ് സഖാവിന് അത്രയും ക്ഷമയും ഉണ്ടായിരുന്നില്ല. വേണമെങ്കിൽ പുറത്തൊരു ചാർമിനാറോ ദിനേശ് ബോഡിയോ ഒക്കെ കത്തിച്ച് അല്ലെങ്കിൽ അടുത്ത കടയിൽ പോയി ഒരു ഐസ് നാരങ്ങ വെള്ളം കുടിച്ച് പുള്ളിക്ക് കാത്തിരിക്കാമായിരുന്നു. പക്ഷെ പുള്ളി എന്ത് ചെയ്തു? വീണയെ അവിടെ ആക്കിയിട്ട് നേരെ വിപ്ലവ പ്രവർത്തനത്തിന് പോയി. എങ്ങോട്ടാണെന്നല്ലേ? അന്തരിച്ച നടൻ സലീം കുമാറിന്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ നേരെ വടക്കൻ പറവൂർക്ക് വിട്ടു. റിയാസ് സഖാവ് പറവൂർ ചെന്ന് സലീം കുമാറിന്റെ ഭാര്യയും മക്കളെയും കണ്ട് ദുഃഖം രേഖപ്പെടുത്തി. അത്രമാത്രമല്ല, അതൊരു വലിയ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടു. ഞാനിതാ സലീം കുമാറിന്റെ വീട്ടിൽ പോയി ആശ്വസിപ്പിച്ചു എന്ന്. സത്യത്തിൽ ഇതൊരു രാഷ്ട്രീയ പരിഹാര ക്രിയയാണ് സുഹൃത്തുക്കളെ. കാരണം സലീം കുമാർ മരിച്ചപ്പോൾ മുതൽ ഈ CPM-കാരും DYF-കാരും സോഷ്യൽ മീഡിയയിൽ വൻ ആഹ്ലാദത്തിലായിരുന്നു. സലീം കുമാർ കോൺഗ്രസ്സുകാരനാണ്, VD സതീശനെ പിന്തുണച്ച ആളാണ്, പിണറായി വിജയനെ വലിച്ചു കീറി പ്രസംഗിച്ച ആളാണ്. അതുകൊണ്ട് പുള്ളി മരിച്ചപ്പോൾ സഖാക്കളുടെ സന്തോഷം ഫേസ്ബുക്കിൽ നിറഞ്ഞു കവിഞ്ഞു തുളുമ്പുകയായിരുന്നു. അപ്പോഴാണ് അഖില ലോക വിപ്ലവ സംഘടനയുടെ മുൻ ആഗോള പ്രസിഡന്റായ റിയാസ് നേരെ വീട്ടിൽ പോയി മുതലക്കണ്ണീർ ഒഴുക്കുന്നത്. ഒരു വശത്ത് ഇദ്ദേഹത്തിന്റെ കീഴിലുള്ള ഭൂതഗണങ്ങൾ സലീം കുമാറിനെ തെറിവിളിക്കുകയാണ്, മറുവശത്ത് പുള്ളി പോയി ആശ്വസിപ്പിക്കുന്നു. എന്തൊരു രാഷ്ട്രീയം! ശരി, നമുക്ക് ഇഡി ഓഫീസിലേക്ക് തിരിച്ചു വരാം. റിയാസ് സഖാവ് അവിടെ ആശ്വസിപ്പിക്കുമ്പോൾ ഇവിടെ വീണ ചോദ്യം ചെയ്യലാണ്. നമ്മുടെ പിണറായി സഖാവിന്റെ പണ്ടേയുള്ള ഡയലോഗാണല്ലോ, മടിയിൽ കനമില്ല അതുകൊണ്ട് വഴിയിൽ ഭയമില്ല എന്ന്. വീണയിലെ മടിയിൽ കനമുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ഏതായാലും ഇഡിക്കാരുടെ ഈ പിപ്പടി കണ്ടൊന്നും പിണറായി വിജയന്റെ മകൾ ഭയപ്പെടില്ല. കാരണം അവരുടെ മടിയിലും കനമില്ല, സാരിത്തുമ്പിനും കനമില്ല. ഇതുകൊണ്ട് ഈ വക പിത്തലാട്ടം കണ്ട് അവർ പേടിക്കില്ല എന്നാണ് ഒരു വിശ്വാസം. ചോദ്യങ്ങൾക്ക് വീണ വീരോചിതമായ മറുപടികളാകും നൽകുന്നത്. എക്സാലോജിക്ക് എന്താണെന്ന് ചോദിച്ചാൽ എനക്കറിയില്ല. പണം വാങ്ങിയിട്ട് ചോദിച്ചാൽ വാങ്ങിയിട്ടുണ്ട്. കരിമണൽ കർത്താവിൽ നിന്ന് 5 ലക്ഷം വാങ്ങിയത് സർവീസ് ചാർജ് ആയിട്ടാണ്, 3 ലക്ഷം വാങ്ങിയതും സർവീസ് ചാർജാണ്. എന്ത് സേവനമാണ് കർത്താവിന് ചെയ്തു കൊടുത്തതെന്ന് ചോദിച്ചാൽ അത് ഓർമ്മയില്ല. ഓർമ്മയുള്ളത് ഇപ്പോൾ പറയാൻ നിവൃത്തിയില്ല. പറഞ്ഞാൽ അത് നാറ്റക്കേസാകും. ഇങ്ങനെയുള്ള കട്ട ലോക്കൽ മറുപടികളായിരിക്കും മിക്കവാറും കൊടുക്കുക. ഏതായാലും വീണ വിജയങ്ങളും ആശംസിക്കുന്നു. വീണ വിജയായിട്ട് തിരിച്ചു വരട്ടെ. അല്ലാതെ ഇഡിയെ പേടിച്ച് തോറ്റോടിയ വീണയായി മാറാതിരിക്കട്ടെ. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് വലിയ നിരാശയുണ്ട്. നമ്മളുടെ DYFI-കാരോ SFI-കാരോ ആരും തന്നെ ഇഡി ഓഫീസിന് നേരെ ഒരു ചുടുകട്ട പോലും എറിഞ്ഞില്ല. 1 കിലോ ചാണകം പോലും വാരി എറിഞ്ഞില്ല. ഒരു പ്രതിരോധ ശ്രമവും ഉണ്ടായില്ല. അതുകൊണ്ട് പോലീസുകാർക്ക് യാതൊരു ജോലിയും ഉണ്ടായില്ല. കാരണം എന്താ? ഇപ്പോൾ ഭരിക്കുന്നത് പിണറായിയുടെ പോലീസല്ല, VD സതീശന്റെ പോലീസാണ്. അടിപൂരം പൊടിയേറ് എന്ന് പറയുന്ന അവസ്ഥയാണ്. ഏത് DYFI-കാരനെ കിട്ടിയാലും പോലീസ് അപ്പൊ തന്നെ റിമാൻഡ് ചെയ്യും. പൊതുമുതൽ തല്ലിപ്പൊളിച്ചാൽ കാശ് കെട്ടിവെക്കാതെ ജാമ്യവുമില്ല. അവസാനം പാർട്ടിക്കാർക്ക് പാട്ടപ്പിരിവ് നടത്തേണ്ടി വരും. അതുകൊണ്ട് സഖാക്കളെല്ലാം കൂടെ ഇപ്പോൾ നല്ല കുട്ടികളായി വീട്ടിലിരിക്കുകയാണ്. പഴയ കാരണവന്മാർ പറയും പോലെ ആളവില കല്ലവില. വീണയ്ക്ക് വലിയ വിലയുള്ള ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പോൾ ആഗോള മാർക്കറ്റിൽ വീണയ്ക്കും വില കുറവാണ്, ഗിറ്റാറിനും വില കുറവാണ്. സഹിക്കാനല്ലാതെ വേറെ മാർഗമില്ല. വിജയൻ സഖാവ് മുഖ്യമന്ത്രിയായിരുന്ന കാലത്തോളം ഇഡിക്കാർ വീണയെ തൊട്ടിട്ടില്ല. പക്ഷേ പുള്ളിയുടെ വാഴ്ച ഒഴിഞ്ഞതിന് പുറകെ വരുന്നു പണികൾ. ഹൈക്കോടതിയിൽ പോയി ഹർജി തള്ളി, ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ കൊടുത്തു, അവരും തള്ളി. ഇനിയിപ്പോ സുപ്രീം കോടതിയിൽ പോകാമെന്ന് വെച്ചാൽ അവർ വേനലവധിക്ക് അടച്ചിട്ടിരിക്കുകയാണ്. ഇനി കോടതി തുറന്നിട്ടും കാര്യമില്ല. കാരണം ഇഡിക്കാർക്ക് വേണ്ട തെളിവുകളൊക്കെ അവർ ആറ്റിക്കുറുക്കി പിടിച്ചു വിഴിഞ്ഞ് രസായനമാക്കി എടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോ എന്ത് ചെയ്തിട്ടും ഒരു ഫലവുമില്ല. വരാനുള്ളത് വഴിയിൽ തങ്ങില്ലല്ലോ, വരുന്നതൊക്കെ അനുഭവിക്കുക തന്നെ. റിയാസിന്റെ കാര്യത്തിലാണെങ്കിലും വീണയുടെ കാര്യത്തിലും അത് അങ്ങനെ തന്നെയാണ്. നന്ദി, നമസ്കാരം.